പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ ഉദ്യമങ്ങളും യാത്രകളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിശ്ചയെ കർത്താവ് രോഗികൾ ഉപയോഗിക്കുന്ന മരുന്ന് ഘട്ടഘട്ടമായി കുറഞ്ഞു കൊണ്ടുവരുവാനും രോഗങ്ങളെ സുഖപ്പെടുത്താനും വേണ്ടി അവർ സമർപ്പിക്കുന്ന കർത്താവെ, കിടപ്പ് രോഗികളുടെ കിടക്കയെ കിടന്ന് മനസ്സും അടുത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചേ കർത്താവിന്റെ വിശുദ്ധമായ രക്തം അവരെ തറയ്ക്കപ്പെടുകയും പ്രാർത്ഥനയുടെ ശക്തിയാൽ അത് അത്ഭുതകരമായി സുഖപ്പെടുകയും ആ ജീവിതത്തിലോട്ട് ഇറങ്ങി വരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന നിശ്ചയെ കർത്താവ് മക്കളെ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ സങ്കടപ്പെടാൻ ഇടയാക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത കൈവരിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുദിന ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ജീവിക്കുന്നവരെ, സാമ്പത്തികമായ ക്ലേശങ്ങൾ വലയുന്നവർ, തൊഴിൽപരമായ നഷ്ടത്താലും തൊഴിൽപരമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ദിവസത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് വിദേശ നാടുകളിൽ താമസിക്കുന്ന മക്കൾ വിസ, അതുപോലെ തന്നെ PR ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സാങ്കേതികവും ആ രാജ്യത്തെ നിയമപരമായുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സങ്കടങ്ങളും വ്യാകുലങ്ങളിൽ നിന്നും അവർ മോചനം പ്രാപിക്കാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ വഴിയാത്രകളെയും യാത്ര ലക്ഷ്യങ്ങളെയും അതിൻ്റെ നിവർത്തിയെയും പരിശുദ്ധ ദേവമാതാവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നീ തിരികെ വരുമ്പോൾ
നീ പോകുന്ന എല്ലാ ഉദ്യമങ്ങൾക്കും ആശ്വാസമായ മറുപടി നിനക്ക് നിൻ്റെ കടപ്പെട്ടവരോട് പറയാനുണ്ടാകുന്ന രീതിയിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കഴിവിനാൽ അല്ലാതെ നടക്കുന്ന, നിൻ്റെ കഴിവ് കൊണ്ട് നടക്കാത്ത അനേകം കാര്യങ്ങളുണ്ട്. അതെല്ലാം മെരിറ്റ് കൊണ്ടല്ലാതെ ഗ്രേസ് കൊണ്ടും കൃപ കൊണ്ടും നടക്കാൻ കർത്താവിൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കൃപ ധരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടകമ്പോളങ്ങൾ നടത്തുന്നവർ, അതുപോലെ ഏജൻസികൾ നടത്തുന്നവർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ആ സ്ഥാപന സംബന്ധമായ കുട്ടികളില്ലാത്ത അവസ്ഥകൾ, കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി ഡിവിഷൻ ഫാൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് എന്തിലെല്ലാം വേണ്ടിയാണോ ജനങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ആ മേഖലയെല്ലാം ദൈവത്തിൻ്റെ കരുണയും ശക്തിയും കർത്താവിൻ്റെ കൃപയും സമർപ്പിച്ച് കർത്താവ് തൊഴിൽ അരിമേടിക്കുന്ന മാർഗ്ഗങ്ങൾ മുട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി പരിശുദ്ധ ദൈവമാതാവിനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ ഇൻ്റർവ്യൂ, ടെസ്റ്റ്, പരീക്ഷ, യോഗ്യതാ പരീക്ഷ, മത്സര പരീക്ഷ എന്നിവയിൽ പങ്കെടുക്കുന്നവരും അതിന് പങ്കെടുത്തതിന് ശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരും പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥനേക്ക് അനുകൂലമായ റിസൾട്ട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൊച്ചിൻ്റെ അടയാളത്തിൽ ഇന്ന് നീ ഇടപെടുന്ന നിൻ്റെ സംസാരങ്ങൾ, അതുപോലെ തന്നെ നിൻ്റെ എല്ലാ ജോലികളും, നിൻ്റെ ഇടപെടലുകൾ, നിൻ്റെ സംസർഗങ്ങൾ, അതുപോലെ തന്നെ നിൻ്റെ കയ്യൊപ്പുകൾ, നിൻ്റെ എഴുത്തുകുത്തുകൾ, നിൻ്റെ മെസ്സേജുകൾ എല്ലാം കർത്താവ് ആശീർവദിക്കുകയും നിനക്ക് അനുകൂലമാക്കുകയും തീർക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധ സർവ്വീശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത് 2 ബേസ്മെൻറ്റിലാണ് പലപ്പോഴും. ഒന്ന്, നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിറവേറ്റിത്തരും. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. അതായത് ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നെന്താണ്, നമ്മൾ ദൈവം എന്താ പറഞ്ഞ മോശയോട്, മോശയുടെ പ്രാർത്ഥന കേൾക്കാൻ കാരണം എന്താണ്? നീ പറഞ്ഞ ഈ കാര്യം, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിറവേറ്റിത്തരാം. ഇത് ഉടമ്പടിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പം അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കണത് എന്താണ്? നമ്മൾ പറയണ പോലെ ദൈവം ചെയ്യുന്നതാണ് ഈ പുറപ്പാട് 33:17 അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പറയേണ്ട ആളിന് കുറച്ച് വെയിറ്റ് ഉണ്ടാകണമെന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് കുറച്ച് ക്ലെയിംസ് ഉണ്ടാകണം ദൈവ തിരുസന്നിധിയിൽ. അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കേവലം മനുഷ്യൻ അല്ല വിശ്വാസി എന്നതിനേക്കാളുപരി ദൈവം വിശ്വാസിക്ക് അതൊരു സ്റ്റാറ്റസാണ്. പക്ഷെ വളരെ നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ വിശ്വാസിയായിരിക്കും എന്നല്ല പറഞ്ഞത്. എന്താ കാര്യം? സാക്ഷികളായിരിക്കും. അതാണ് പ്രശ്നം. അത് സ്റ്റാറ്റസാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോസ്തല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഭൂമിയുടെ അതിർത്തികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളോർക്ക് അന്നത്തെ ഭൂമിയിൽ അമേരിക്കയിലല്ലോ, തെക്കേ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒന്നുമില്ല അന്നത്തെ ഭൂമിയിൽ, അറിയത്തില്ല. അപ്പോൾ ഭൂമിയൊന്നും ബൈബിളൊക്കെ പറയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് എത്തണ സ്ഥലമില്ലേ, എവിടെയാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത്, ജീവിതയാത്ര അവസാനിക്കുന്നത്, അവിടെ വെച്ച് നമ്മുടെ ഭൂമി തീരുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയാണ് നമ്മൾ സാക്ഷികളാകേണ്ടത്. അതിൻ്റെ അടുത്ത് വെച്ചാൽ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ്. പല ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ഭയങ്കരമായ സാക്ഷ്യത്തിന് ഭയങ്കര ഗ്യാപ്പ് വരുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ദൈവികമായ കൃപയും എന്തെങ്കിലും കാര്യമൊക്കെ നടന്നു കഴിയുമ്പോൾ പെട്ടെന്നൊരു ഉത്സാഹവും ഒരു ഓടിപ്പിടുത്തവും ഒരു ഉത്രാടപ്പാച്ചിലും ഒക്കെ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ധൃതിയൊക്കെ കാണും ആധ്യാത്മിക കാര്യങ്ങൾക്ക്. കുറച്ച് കഴിയുമ്പോൾ അത് കെട്ടുപോകും. അപ്പോൾ അത് ജെനുവിൻ അല്ല. ശരിക്കും പറഞ്ഞാൽ
അത് ആ വസ്തു അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിഷയാധിഷ്ഠാനമായിട്ടുള്ള തൽക്കാലത്തേക്കുള്ളൊരു ആവേശമാണ് ശരിക്കും. അപ്പം അങ്ങനെയല്ല, ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം എന്ന് പറയുന്നത് താൽക്കാലിക ആവശ്യങ്ങൾക്ക് ആധ്യാത്മികതയിൽ വലിയ പ്രസക്തിയില്ല. കാര്യം അത് വലിയ ആവശ്യം കാണിച്ചില്ലെങ്കിലും സ്ഥായിയായ ഒരു നിലനിൽപ്പ് ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകുന്നതാണ് ശരിക്കും കരുത്തുള്ള സാക്ഷ്യം. അത് വിശ്വാസമല്ല, സാക്ഷ്യമാണ്. ഓരോരോ ഇൻസിഡൻറ്റും എന്തിനുള്ളതാണ്? സാക്ഷ്യത്തിനുള്ളതാണ് ഇൻസിഡൻ്റ് ആവുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മളുടെ ക്ലെയിമും കലിബറും വർദ്ധിക്കും. നമ്മുടെ പേര് കേട്ടാൽ മതി. ദൈവം ഇപ്പം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഇപ്പം നമ്മൾ അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ എന്നാണ്. അപ്പോസ്തല പ്രവർത്തനം 4:30 വായിച്ചേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തെ ഹോണർ ചെയ്യുന്ന ജീവിതം ജീവിക്കുന്ന എല്ലാവരിലൂടെയും ദൈവം അടയാളങ്ങൾ കാണിക്കും. അതിനകത്ത് രോഗശാന്തി ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചില വന്ന ബുദ്ധികൾ പറയും ഇനിയിപ്പോൾ ആശുപത്രി ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെയല്ല. എന്നുവെച്ചാൽ കർത്താവിൻ്റെ അടയാളം കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം യേശുക്രിസ്തുവിലൂടെ ജനങ്ങൾ അടയാളം കണ്ട് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നതിനാണ്. വിശ്വസിച്ച് എന്തിനാണ് ചെയ്യേണ്ടത്? വിശ്വസിക്കുന്നത് എന്തിനാണ്? രക്ഷ പ്രാപിക്കാനാണ്. യോഹന്നാന്റെ സുവിശേഷം 20:31. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രക്ഷയെക്കുറിച്ചാണ് ഇപ്പോഴും പലരും മൗനം പാലിക്കുന്നത്. നമ്മൾ കരുണയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കും. കാര്യം അത് ജനങ്ങളുടെ ഇടയിലെല്ലാം അപ്ലോസ് കിട്ടും. പക്ഷേ യേശുവിൻ്റെ നിത്യരക്ഷയെക്കുറിച്ച് നമ്മൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും, പറയത്തില്ല. കാര്യം അത് അപ്ലോസ് കിട്ടത്തില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആസ്തി വർദ്ധിപ്പിക്കുന്നതും യേശുക്രിസ്തുവിനെ കൈമാറുന്നതിലൂടെയാണ്. നമ്മൾ കൈമാറിയില്ലെങ്കിൽ വേറെ ആരും ഈ കാലഘട്ടത്തിൽ കൈമാറാനില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുള്ള ബോധം നിനക്കുണ്ടാവണം. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരുന്നത് ചാവറയച്ചൻ്റെ പുസ്തകങ്ങളാണ്. ചാവറയച്ചൻ്റെ നാളാഗമങ്ങൾ, ചാവറയച്ചൻ്റെ സമ്പൂർണ്ണ കൃതികൾ, ചാവറയച്ചൻ്റെ കത്തുകൾ, ഇതൊക്കെയാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ചാവറയച്ചൻ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധൻ നിനക്കുള്ളവരി ഒരു ദൈവദാസനാണ്. നമ്മുടെ ഇവിടുത്തെ ഈ ശ്രേണികളിൽ ചിലപ്പോൾ ദൈവദാസൻ ആദ്യത്തെ പടിയും പിന്നെയാണ് വിശുദ്ധിയാക്കുന്നത്. പക്ഷേ ബേസിക്കായിട്ട് ഏറ്റവും വലിയ സ്റ്റാറ്റസ് എന്താണ്? ഒരു സുവിശേഷക്കാരന് കിട്ടേണ്ട ഏറ്റവും വലിയ സ്റ്റാറ്റസ് എന്താണ്? അവൻ ദൈവദാസനാണ്. സകലദാസനെ പോലെ ഇപ്പോൾ റോക്കോസൊക്കെ വരുന്ന കാലത്ത് ഓരോ പള്ളികളിലും പോവുകയും ജനങ്ങളെ അത് റോമിലൊക്കെ എഴുതുന്നത് എന്ത് സങ്കടത്തോടെയാണെന്നറിയാമോ? വേദന കൊണ്ട മനസ്സോടെ എഴുതുകയാണ്. ഒരു ആൾ സഭയിൽ നഷ്ടപ്പെട്ട അത്രയും വേദനാജനകമായിട്ട് ആ ആളിനെ വേണ്ടി ആ പള്ളിയിൽ പോവുക, പല പ്രാവശ്യം പോവുക, സങ്കടപ്പെടുക, നിരന്തരം പ്രാർത്ഥിക്കുക, എഴുതുക, പരിശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ഭയങ്കരമായ ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയൊരു വിശുദ്ധനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വിശുദ്ധൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഹി വാസ് എ സെർവൻറ്റ്, ആക്ച്വൽ സെർവൻറ്റ്. സഭയുടെ ആത്മാക്കളെക്കുറിച്ചുള്ള വേദനകളും അതുപോലെ തന്നെ സത്യസഭയിൽ നിന്നൊരു വ്യക്തി ശിസ്മയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഉൾനൊമ്പരങ്ങളും മറ്റുള്ളവർ രക്ഷ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹങ്ങളും എല്ലാം കൂടിയാണ് ഒരു അപ്പോസ്റ്റൽ എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും ആകത്തുകയാണ് അപ്പോസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോസ്റ്റൽ ബേസിക്കായിട്ട് ദൈവദാസനാണ് ശരിക്കും. ദൈവത്തിൽ അതിനൊരു പൗരോഹിത്യം ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പൗരോഹിത്യം ഉണ്ടായ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഒരു രോഗിക്ക് നമ്മൾ ബോധം കെട്ട് വീഴുമ്പോൾ നമ്മൾ CPR കൊടുക്കത്തില്ലേ? അപ്പോൾ ആർക്കും അത് കൊടുക്കാം, പക്ഷേ ആൾക്കാർ രക്ഷപ്പെടും. പക്ഷേ ഒരു നേഴ്സോ ഒരു ഡോക്ടറോ ആണെങ്കിൽ കുറച്ചുകൂടി സ്കിൽഫുള്ളാണ്. അതുപോലെ ക്രിസ്തുവിന് ആർക്കും കൊടുക്കാം, പക്ഷേ ഒരു സിസ്റ്ററോ അതുപോലെ ഒരു വൈദികനോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സ്കിൽഫുള്ളാണ് കാര്യങ്ങൾ. കാര്യം അവർ കമ്മിറ്റഡാണ് ഈ വിഷയത്തിന്. അവർക്ക് വേറെ ഒരു പിൻപിടുത്തമൊന്നുമില്ല. വീട്ടുകാരെ നാട്ടുകാരെ പിടിച്ച് ഭരിക്കുന്ന പരിപാടിയൊന്നുമില്ല.
അവർ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരെ പിൻപിടുത്തമില്ലാതിരിക്കാൻ കാരണം തന്നെ വൈദിക ബ്രഹ്മചര്യത്തിന്, സിസ്റ്റർമാരുടെ സന്യാസവ്രതത്തിന്, വിജിനിറ്റിക്കൊക്കെ, ശാസ്ത്രയ്ക്കും എല്ലാം കാരണം എന്താ? പിൻപിടുത്തങ്ങളില്ലാതെ കർത്താവിനെ പ്രഘോഷിക്കാനുള്ള അവസരം, ജ്വലിപ്പ് നിലനിൽക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വൈദിക സന്യാസിതരും അതുപോലെ അന്വേനികളും എപ്പോഴും ചെയ്യണം, ദൈവത്തിന് സ്ഥിതി നിങ്ങളുടെ പേര് കേട്ടാൽ മോസസിനോട് പറയണ പോലെ പറയണം, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. കാര്യം എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം. ഉടമ്പടിയുടെ തലയുണ്ട്, ഉടമ്പടിയുടെ ഹൃദയമുണ്ട്, ഉടമ്പടിയുടെ കൈയുണ്ട്, ഉടമ്പടിയുടെ കാലുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ, അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കണം. അത് തലയെന്ന് പറഞ്ഞാൽ എന്താണ്? കൃപ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന പദ്ധതിയാണ് തലയെന്ന് പറയുന്നത്. അനുഗ്രഹമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഈ സിൽവർ ഗ്രേയിലൊക്കെ വരുമ്പോൾ ഇവർക്ക് അവസാനം ഇവർ ദൈവമായിട്ട് ഫുൾ ആൻഡ് ഫുൾ ഇൻ്റലക്ച്വലി അവർ കൺവിൻസ്ഡ് ആണ് ഈ വിഷയത്തെക്കുറിച്ച്. അവർ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് അല്ല. എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാക്കൽറ്റഡ് മനുഷ്യനെ ഇഫ് ദേ ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ്, ദേ ആർ നോട്ട് ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. അതാണ് മനുഷ്യൻ്റെ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ആന്തരിക ബൗദ്ധിക ബോധ്യം കിട്ടിയാൽ വൈകാരികമായിട്ട് നമ്മൾ അലോസരല്ല. ഉടമ്പടിയിലെ തല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃപ ടാപ്പ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഉദാഹരണത്തിന് ഉടമ്പടി തലയെന്ന് പറയുന്നത് എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. വിശ്വാസ കൈമാറ്റമാണ്. ചില കർത്താവ് തന്നെ അവർ പറഞ്ഞ് 72 പേരെ പറഞ്ഞു വിട്ടില്ല ഈശോ. 72 പേരെ പറഞ്ഞു വിട്ടു. ഈ 2 പേരായിട്ട് താൻ പോകാനിരുന്ന ഗ്രാമങ്ങളിലേക്കെല്ലാം ഈ 2 പേരായിട്ട് പോകാൻ വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടി 72 പേരെ പറഞ്ഞു വിട്ടു. അവർ തിരിച്ചു വന്നപ്പോഴും അവരിങ്ങനെ ആഹ്ലാദത്തോടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. അതാണ്. അപ്പോൾ പിശാചുക്കൾ പോലും വിട്ടൊഴിഞ്ഞു പോയെന്ന അതെന്താണ്? അത് ബ്ലെസ്സിങ്സാണ്. അത് ബ്ലെസ്സിങ്സാണ്. കർത്താവ് പറഞ്ഞു ബ്ലെസ്സിങ്സ് ആണല്ലോ അത് വലിയ കഥ എന്നുള്ള കാര്യമല്ല. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കാൻ കർത്താവ് ആത്മാവിൽ ആനന്ദ നിർവൃത്തി കൊണ്ടിട്ട് പറയും, ആ പിതാവേ, ഈ കാര്യങ്ങൾ നീ വിജ്ഞാനികളുടെ വിവേകമതികളും മറച്ചു വെച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിൽ ആത്മാവിൽ ആനന്ദിക്കുകയും നിങ്ങളിലേക്ക് കൃപയെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് ആത്മാവിൽ ആനന്ദിക്കാൻ തുടങ്ങും. ആനന്ദിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സുവിശേഷ കൈമാറ്റം നടന്നു. അതാണ് വിഷയം. 72 പേരെ പറഞ്ഞു വിട്ടത് എന്തിനാണ്? വിശ്വാസം കൈമാറാൻ വേണ്ടിയാണ്. ടേക്ക് ദ ബെഡ് 10:20 ലൂക്കാ സുവിശേഷം. ലൂക്കാ 10:20. ലൂക്കാ 10:20. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. പനി മാറി, അല്ലെങ്കിൽ ക്യാൻസർ മാറി, അല്ലെങ്കിൽ നിങ്ങളെ രോഗം മാറി എന്നതിൽ വലിയ സന്തോഷമൊന്നും കാണിക്കണ്ട. കാര്യം എന്താണ്? ദൈവം സന്തോഷിക്കുന്നത് എന്തിലാണ്? സുവിശേഷം കൈമാറി എന്നതിലാണ്. അവിടെയാണ് വിഷയം. ഇപ്പോൾ കൃപാസനം പത്രത്തെക്കുറിച്ച് എന്തുമാത്രം സഭയുടെ അകത്തും പുറത്തും പൊതുജനങ്ങളിൽ എന്തുമാത്രം കലാപക്കൊടി ഉണ്ടായി. ഈ ആ കാലങ്ങളിലൊക്കെ ഞാൻ ആകപ്പാടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് ചെയ്തത്. കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു പത്രത്തിലാണ് ഈ സംഭവം ഇരിക്കണം മുഴുവനുമെന്ന്. പക്ഷേ പത്രം പുറത്തിറങ്ങിയ പിശാച് പല്ലും നഖവും കൊണ്ടാണ് വന്നത്. എത്രയെത്ര വീഡിയോ ഇതിനെതിരെ ഇറങ്ങി. ഒരു മനുഷ്യൻ പോലും ഒന്നും ചെയ്തില്ല. എന്നിട്ടും ദോശ ചുട്ട് തിന്ന് ചമ്മന്തി അരച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു. അച്ഛനെ അറസ്റ്റ് ചെയ്യണം, എന്തെല്ലാം പരിപാടിയാണ്. ഇത് ഗവൺമെൻറ് അത് നിയമം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിനെതിരെ രാജസ്ഥാൻ ഗവൺമെൻറ് നടപടിയെടുത്തു, കൃപാസനത്തിൽ നടപടിയെടുക്കും. അങ്ങനെ പല്ലും നഖം കൊണ്ട് പിശാച് 4 പാടുന്ന എളിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ സഭയിലുള്ള ചില പുരോഹിതന്മാരും നമുക്കെതിരെ വന്നു. പല പള്ളികളിലൊക്കെ ഇത് ഒരു പുരോഹിതൻ കുറേ പത്രം കൊണ്ടുവന്നതിൻ്റെ പുറത്ത് അവരുടെ പള്ളിയിൽ കൊടുത്ത പത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടും പോയി. കൃപാസനം വാതിക്കലിട്ടും പോയി. ഒന്നും വേണ്ടിയില്ല, ആരോടും പരിഭവമില്ല, ആരോടും ഒരു നിരസം പോലും ഇല്ല. ആ അച്ഛനെ കാണുമ്പോഴും അച്ഛനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഈശോമിശിഹായെ സ്തുതി പറഞ്ഞ് സന്തോഷത്തോടെ നമ്മൾ പെരുമാറും. എന്താ കാര്യം? നമ്മൾ ചെയ്യുന്ന ജോലി വിശ്വാസ കൈമാറ്റമാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്തേക്കണം. നമുക്ക് വേറെ ഒരു ലക്ഷ്യമില്ല. നമ്മുടെ ജോലി എന്താണ്? ക്രിസ്തുവിനെ കൈമാറുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ സ്വീകാര്യമല്ലാത്തവർക്ക് പലതരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാകും. ആൻറ്റി റെസ്പോൺസ് ആയിരിക്കും മിക്കതും. ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരെല്ലാം പിന്നെ ആദ്യം സ്വീകരിക്കാതിരുന്ന ആരാണെന്ന് നമുക്കറിയാമല്ലോ. അവൻ തൻ്റെ ജനങ്ങളുടെ അടുക്കിലേക്ക് വന്നു, തൻ്റെ ജനങ്ങളാകട്ടെ അവനെ അറിഞ്ഞില്ല. അതിലെ സംഭവം യോഹന്നാൻ 1:11. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ഇത് സ്വാഭാവികമാണ്. ഇപ്പം നിങ്ങളുടെ ബന്ധുക്കളോ സഭയിലുള്ളവരോ ചില സമയത്ത് ക്രിസ്തുവിനെ സ്വീകരിക്കത്തില്ല. മറ്റൊരു മാർഗത്തിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് ബുദ്ധിപരമായിട്ട് ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു ഇൻ്റലിജൻ്റ് ബിസിനസ്സാണത്. ആധ്യാത്മികത എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ബുദ്ധിപരമായിട്ട് അവിടെ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? സൗമ്യതയായിരിക്കണം,
അപ്പം നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങൾ എതിർക്കരുത്. പൗലോസ് അപ്പോസ്തലൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങൾ എതിർക്കരുത്. പിന്നെന്താണ്? അവരെ ആശീർവദിക്കുവിൻ. ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ ഉടമ്പടി സിൽവഗ്രയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് 90% വിഷയവും കൃപയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ഇപ്പോഴും അനുഗ്രഹവുമായി ബന്ധപ്പെട്ട് പേരക്കിടാവിനെ കേന്ദ്ര വിദ്യാലയത്തിൽ ചേർക്കാൻ വേണ്ടിയാണ് ഉടമ്പടി സിൽവഗ്രയാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയും പുതുക്കി കൊടുക്കരുതെന്ന് പറയും. കാര്യം ചുമ്മാ വൈകിട്ടപ്പോഴാണ് വിഷയം. അവർക്ക് ബോധം ഇപ്പോഴും ബുദ്ധിയും ബോധം വന്നിട്ടില്ല, ഉടമ്പടി എന്താണെന്ന് മനസ്സിലായിട്ടില്ല അവർക്ക്. പക്ഷേ ചിലരുണ്ട് സുവിശേഷ കൈമാറ്റം തന്നെ 90% സുവിശേഷ കൈമാറ്റം. കാര്യം സുവിശേഷ ഇപ്പം നിങ്ങൾ സുവിശേഷവും നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ് ഇത് വർക്കൗട്ട് ചെയ്യണത്? എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നമ്മുടെ യോഗ്യതയാലല്ല, പിന്നെ എന്താണ്? കൃപയാലാണ്. അപ്പം നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഓപ്ഷൻ എന്താണ് കൃപ? കൃപ എവിടെ നിന്ന് കിട്ടുമെന്നല്ലേ? അപ്പോൾ സിൽവർ ഗ്രേയിലുള്ള ആൾക്കാർ കൃപയായിരിക്കണം 90% അവരുടെ ആസ്പയർ ചെയ്യേണ്ടത്. കൃപ എവിടെ നിന്നാണ് കിട്ടണത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പണ്ടില്ലേ എന്താ കണ്ടത്? സുവിശേഷ കൈമാറ്റത്തിനാണ് കൃപയുള്ളത്, മറ്റെല്ലാം ബ്ലെസ്സിങ്സാണ് ഉള്ളത്, ഗ്രേസ് ഉള്ളത് വചന കൈമാറ്റത്തിനേ ഉള്ളത്. കർത്താവിനെ ഒരു മനുഷ്യനെ കാണുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയാൻ വേണ്ടി നാക്ക് തരിക്കണം. അപ്പോൾ ഓർക്കുക, നീ കൃപയിലാണെന്ന് ഓർക്കണം. അത് ദൗത്യമാണ്, മിഷൻ എന്ന് പറയും. ദൗത്യത്തിനാണ് കൃപയുള്ളത്. 14:26 എടുത്തേ, നടപടി പുസ്തകം 14:26. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:26. അപ്പോസ്തല പ്രവർത്തനം 14:26. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് മിഷൻ കണ്ട, തങ്ങൾ നിർവഹിച്ച മിഷന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ അനുഗ്രഹമല്ല, എന്താണ് ദൗത്യത്തിന് വേണ്ടത്, മിഷന് വേണ്ടത്, വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടത്, ഇവാഞ്ചലൈസേഷന് വേണ്ടത് എന്താണ്? കൃപ. തങ്ങൾക്ക് ആവശ്യമായ ദൗത്യത്തിന്, തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായ കൃപ, ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. അപ്പൊ നിങ്ങൾ ദൈവകൃപയ്ക്ക് ഭരമേൽപ്പിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്? മാതാവിന്റെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ വെച്ചാണ്. പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ എന്താ സംഭവിക്കുന്നത്? ദൈവകൃപയ്ക്ക് നിങ്ങൾ ഭരമേൽപ്പിക്കപ്പെടുകയാണ്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മറുപടി, പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ വെച്ച് നിങ്ങൾ എന്താ സംഭവിക്കുന്നത്? പറഞ്ഞ ദൈവകൃപയ്ക്ക് ഞങ്ങൾ പരമേൽപ്പിക്കപ്പെടുന്നു. അപ്പൊ ദൈവകൃപയ്ക്ക് പരമേൽപ്പിക്കപ്പെടുന്നത് അതെങ്ങനെയാണ് പിന്നെ ആക്ടിവേറ്റ് ആകുന്നത്? നിങ്ങൾ കൃപയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ്. കൃപയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് പിശാചുകൾ ഒഴിഞ്ഞു പോണതും പനി മാറണതും ക്യാൻസർ മാറണതും എന്നല്ല, അതൊക്കെ അനുഗ്രഹമാണ്. കൃപയുടെ പ്രവർത്തനം എന്താണ്? അതാണ് നമ്മൾ ആദ്യം 19 എത്ര കണ്ടത്? 10:20 വായിച്ചേ, ലുക്ക 10:20. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. ക്യാൻസർ മാറുന്നതിൽ അല്ല സന്തോഷം ഉണ്ടാകും തീർച്ചയായിട്ടും. പക്ഷെ അതിലല്ല യഥാർത്ഥ സന്തോഷം പറയുന്നത് എങ്ങനെയാണ്? എന്താണ്? മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. അതെന്താ? കൃപയുടെ പ്രവർത്തനങ്ങളിൽ മാത്രമേ സ്വർഗത്തിൽ പേരെഴുതത്തുള്ളൂ. ക്യാൻസർ മാറിയ ആശുപത്രിയിലെ പേര് വെട്ടുകയുള്ളൂ, അല്ലേ? ഈ രോഗം മാറിയ പേര് വെട്ടണം എന്നല്ലേ അവർ പറയണത്. നമുക്ക് പേര് വെട്ടണ ആൾക്കാരായിട്ടല്ല മാറണം, പേര് എഴുതി ചേർക്കുന്ന ആൾക്കാരായിട്ട് മാറണം. എങ്ങനെയാണ് അത് പേരെഴുതി ചേർക്കണത്? എങ്ങനെയാണ്? പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്നതിലല്ല, മറിച്ച് സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? സുവിശേഷം കൈമാറുന്നതിലൂടെ. അതുകൊണ്ടാണ് നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞ് ചില ആൾക്കാർ പറയുവേ, അത് ഈ ആൾക്കാരൊക്കെ ഒരു മൈക്കുണ്ടെങ്കിൽ, ഒരു മൈക്ക് കിട്ടിയാൽ പിന്നെ അവരുടെ അനുഭവങ്ങൾ പറയാം. ഇതൊക്കെ പൊതുവായിട്ട് ഇടണമെങ്കിൽ ആദ്യം ഇത് വൈദ്യശാസ്ത്രം അത് വെരിഫൈ ചെയ്യേണ്ടത്. സഭയിലുള്ള ചില പുരോഹിതന്മാർ പറയണതാണ്. എന്താ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മൈക്ക് കിട്ടിയ ഒരു അനുഭവം പറഞ്ഞാൽ ഇതൊക്കെ പൊതുവായിട്ട് ഇങ്ങനെ ഇതിൽ യൂട്യൂബിലൊക്കെ ഇടണമെങ്കിൽ വേരിഫിക്കേഷൻ വേണ്ടിയെന്ന്. അപ്പോൾ ആരാ വെരിഫൈ ചെയ്യേണ്ടത്? സൈക്കോളജി പഠിച്ചിട്ടുള്ള അക്കാഡമിഷ്യൻസാണ് വെരിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവശാസ്ത്രം പഠിച്ചിട്ടുള്ള ആരെങ്കിലുമാണ് വെരിഫൈ ചെയ്യേണ്ടത്. അവർക്ക് വെരിഫൈ ചെയ്യുന്നതിന് ഒരു പരിധികളുണ്ട്. ഇത് വെരിഫൈ ചെയ്യേണ്ട ഫസ്റ്റ് വിറ്റ്നസ് ആരാണ്? വൈദ്യശാസ്ത്രം സെക്കൻഡ് വിറ്റ്നസ്സാണ്. ഫസ്റ്റ് വിറ്റ്നസ് ആരാണ്? ഇതിൻ്റെ ആ രോഗിയാണ്. ശരിക്കും രക്തസ്രാവക്കാർ രോഗം സുഖപ്പെട്ടത് ഏതെങ്കിലും വൈദ്യനെ പുരോഹിതനെ കാണിച്ചിട്ടാണ്? അല്ല, അത് സുഖപ്പെട്ടു വന്ന് ശരീരത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് ഒരു രോഗസൗഖ്യത്തിൻ്റെ ഫസ്റ്റ് വിറ്റ്നസ്, ഇപ്പോൾ നിനക്ക് വലിയ ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയണേക്ക് ഇപ്പോൾ എക്സ്റേ എടുത്ത് കഫമൊന്നും കാണുന്നില്ല,
എന്ന് പറഞ്ഞാലും നീ കുറച്ച് കഴിയുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ചുമക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചുമച്ച കഫം ഇല്ലെങ്കിലും ചുമച്ചല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അലർജി ആവും. അലർജിയുടെ ടെസ്റ്റ് നടത്താൻ പോയി 124 അലർജി ഉണ്ട്, ടെസ്റ്റ് നടത്തും. അപ്പോൾ പൂർണ്ണമായിട്ട് ചില കാര്യങ്ങളെ നിങ്ങൾക്കറിയാം. അതായത് ആ രോഗി തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഞാൻ വൈദ്യശാസ്ത്രത്തെയോ സഭയുടെ പഠനങ്ങളോ എതിർക്കുകയൊന്നുമല്ല കേട്ടോ, കാര്യം അതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. പക്ഷേ എല്ലായിടത്തും കൊണ്ടുവന്നപ്പോൾ തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പ് വെക്കരുത്, തളപ്പ് വ്യത്യാസം വെക്കണം കുറച്ച്. കാര്യം എല്ലാത്തിനും ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ ആ അനുഭവത്തിനൊരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടാകും. കാര്യം അവനിപ്പോൾ എനിക്ക് ചുമയില്ല, എൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റംസ് ഓക്കെ ആണെന്ന് എൻ്റെ സംസാരം കൊണ്ടാണ് ആദ്യം മനസ്സിലാകണത്, അല്ലാതെ ടെലസ്കോപ്പ് വെച്ചിട്ടല്ല മനസ്സിലാകണത്. സംസാരം കൊണ്ട് മനസ്സിലാകും. ഇപ്പോൾ ബ്രീത്ത് ഈസിയാണ്, ഇപ്പോൾ ബ്രീത്ത് ഈസി ആയിട്ടുണ്ട്. ബ്രീത്ത് ഈസി ആണെന്ന് ആരാ പറയേണ്ടത്? അത് ചെയ്ത ആളാണ് പറയേണ്ടത്. ബ്രീത്ത് ഈസി, എനിക്കിപ്പോൾ ശ്വസിക്കാൻ പറ്റുന്നുണ്ടെന്ന് ആരാ പറയേണ്ടത്? അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ചില ആൾക്കാർക്ക് അവർക്ക് വ്യക്തിപരമായ ചില ബോധ്യങ്ങൾ കിട്ടും. വ്യക്തിപരമായ ബോധ്യങ്ങളുടെ ശേഷം ആ വ്യക്തി വൈദ്യശാസ്ത്രത്തെ കാണണം. എനിക്ക് രോഗം മാറിയായിട്ട് തോന്നണം, വാട്ട് യു സേ. അവിടെ സെക്കൻഡ് ഓപ്ഷൻ വൈദ്യശാസ്ത്രത്തിനുണ്ട് അവിടെ. അപ്പോൾ അതായത് എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഞാൻ ഈ സാക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം. സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ശ്രുതിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ. വൈക്കത്തു നിന്നൊരു സാക്ഷ്യമാണ് നമ്മൾ അപ്പീടുണ്ടായി. ആ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 92 വയസ്സുണ്ട് ആ അപ്പച്ചന്. അപ്പച്ചൻ്റെ മകൾക്കൊരു 60, 62, 65 വയസ്സ് കാണും. 60 വയസ്സ് കൂടുതലുണ്ടായാലും. അപ്പോൾ ഈ 60 വയസ്സുള്ള മകളും 92 വയസ്സുള്ള അപ്പനും കൂടിയാണ് ഈ ആൾക്കാർ കയറി നിൽക്കുന്നത്. അവർക്ക് എന്താ പറയാനുള്ളത്? അവർ 92 വയസ്സുള്ള അപ്പൻ ഇവിടെ വന്ന് നിൽപ്പുണ്ട്, കിടപ്പൊന്നുമല്ല. അങ്ങേര് നല്ല തൻ്റെ ഇടത്തോടെ വന്ന് നിൽക്കണം ഇവിടെ. 62 വയസ്സുള്ള മകൾ കൂടെ നിൽപ്പുണ്ട്. സുലേഖ എന്നാണ് പേര്, സുലേഖ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ പ്രശ്നം? അപ്പൻ്റെ പ്രശ്നം എന്താ? അപ്പന് പിത്താശയത്തിൽ കല്ല്. ഭയങ്കരമായ വേദനയാണ് പിത്താശയത്തിൻ്റെ സ്ഥലത്ത്. ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞ് ഇതിൽ കൂടിയ അവസ്ഥയാണ്, ഇത് ICUലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ്. അപ്പോൾ 62 വയസ്സുള്ള മകൾ പറഞ്ഞ് അപ്പൻ നിലവിളിയാണ്, സഹിക്കാൻ പറ്റാതെ. സാർ എന്തെങ്കിലും ചെയ്യ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 92 വയസ്സുള്ള ആൾ നിലവിളിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പരമാവധി ഇങ്ങനെയുള്ളവരൊക്കെ പിടിച്ചു നിൽക്കും, സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ കരഞ്ഞു പോണത്. എന്നിട്ട് ഈ ICUലേക്ക് മാറ്റും. ICUലോട്ട് മാറ്റി കഴിയുമ്പോൾ പിന്നീട് ഡോക്ടർ പറയും ഇതിന് ഈ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, ഓപ്പറേഷൻ വേണമെന്ന് പറയും. അപ്പോൾ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്ത് ഓപ്പറേഷനിലേക്ക് കൊണ്ടുപോകും. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴുണ്ട് ഈ പിത്താശയത്തിൽ 92 വയസ്സുള്ള ആളിന് ഓപ്പറേഷൻ നടക്കത്തില്ല. ആ വൈദ്യശാസ്ത്രം അവിടെ വെച്ച് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കാര്യം എന്താണ്? ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പറയുമ്പോൾ പറയും ഈ 92 വയസ്സുള്ള ശരീരത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അപകടമാണെന്ന് പറയും. പിന്നെ വൈദ്യശാസ്ത്രം വാതിലടക്കും. എന്താ കാര്യം? അവിടെ കയ്യിൽ നിലവിലുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്, പക്ഷേ ആളിന് വയസ്സ് ഇത്തിരി കൂടിപ്പോയി. അവിടെയാണ് പ്രശ്നം. വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ് പോകണം അവിടെ വെച്ച്. വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ് അവിടെ വെച്ച് തീരുകയാണ്. പിന്നെന്താണ് ഇനി ഉള്ളത്? ഗ്രേസേ ഉള്ളത്. വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ് തീരുന്നുവെന്നാണ് എല്ലാവരും പറയണത്. ഇപ്പോൾ നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്. വൈദ്യശാസ്ത്രം മെറിറ്റ് തീർന്ന പിന്നെ അവർക്ക് ഓപ്ഷൻ ഇല്ല. പക്ഷേ വിശ്വാസിക്ക് ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാ വിഷയം. വിശ്വാസി യുക്തിവാദിയേക്കാൾ മുന്നോട്ട് പോകും. എന്താ കാര്യം? അവൻ്റെ മുന്നിൽ അവൻ്റെ ദൈവം അവന് ഒരു പോംവഴി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു കാര്യം മെറിറ്റ് കൊണ്ട് നടന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? നീ മനസ്സ് തളരരുത്. എന്താണ്? പിന്നെ എൻ്റെ സമയമാണെന്ന്. എൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പന് 92 വയസ്സ് ആ അപ്പനെ കൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യണത്? നമ്മുടെ കയ്യിലുള്ളത് സിമ്പിളാണ്. ഒത്തിരി വെടിയും പുകയും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. സിമ്പിളാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ സഭയുടെ കയ്യിലുള്ളത് എന്താണ്? യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രയോഗമാണ് പിന്നെ നടക്കുന്നത്. ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറയുന്നത് എന്താ കാര്യം? കർത്താവ് വിശ്വസിക്കുന്നവന് ഈ അടയാളം കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? മർക്കോസിൻ്റെ 16-17 വായിക്കുമ്പോൾ എന്താ പറയണത്? വിശ്വസിക്കുന്നതിൻ്റെ കൂടെ അടയാളം ഉണ്ടാവും. രോഗികളുടെ മേൽ കൈവെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. വിശ്വാസമാണ് അവിടെ. ആരല്ലേ? ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അവൻ്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ ആൻഡ് ഓഫ് സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ് ഐ ഹീൽ യു. ഈ സൈത്തെടുത്തിട്ട് കർത്താവിൻ്റെ നാമത്തിൽ വെഞ്ചരിച്ച സൈത്തെടുത്ത് പഞ്ഞി തൂക്കിയിട്ട് അപ്പൻ്റെ ഈ പിത്താശയത്തിൽ
5, 8, 10 കല്ലിരിക്കണം. എത്ര കല്ലുണ്ടെന്ന് സ്കാനിങ്ങിൽ കുറേ കല്ലുണ്ട്. ഈ കല്ലവിടെ ഇരിക്കണം. കല്ല് ഓപ്പറേറ്റ് ചെയ്യാൻ ആരും ഡോക്ടർമാർ പറഞ്ഞത് ഈ കീ ഹോൾ ചെയ്യാമെന്ന് പറഞ്ഞ്. കീ ഹോൾ പോലും നടക്കണില്ല. അപ്പോഴും ഇതിൻ്റെ റിപ്പോർട്ടിന് കല്ലിരിപ്പുണ്ട്. അതേസമയം തന്നെ ഡോക്ടറിന് 92 വയസ്സുള്ള കാരണം ഒന്നും ചെയ്യാനും പറ്റണില്ല. കീ ഹോളും ചെയ്യാൻ പറ്റണില്ല, ട്രീറ്റ്മെൻറ്റും ഇല്ല. കുറേ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു ഡോക്ടർ. 4 ആഴ്ച ട്രീറ്റ് ചെയ്ത ആളാ. ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് 4 ആഴ്ച ട്രീറ്റ് ചെയ്തു. എന്നിട്ട് കല്ല് അവിടെ തന്നെ ഇരിക്കണ്. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇനി ഓപ്പറേഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ അതിന് വേറെ മാറ്റുമ്പോൾ ഈ അവിടെ ചെല്ലുമ്പോൾ ഓപ്പറേഷൻ ടെസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ 92 വയസ്സുകാരനെ ഓപ്പറേറ്റ് ചെയ്താൽ അത് കാഷ്വാലിറ്റി ഉണ്ടാകും. ആൾ ചിലപ്പോൾ മരിച്ചു പോകും. കാര്യം അതിൻ്റെ ഇൻഫെക്ഷനും പൂർണ്ണമായിട്ട് വിജയം ഉണ്ടാകത്തില്ല. അപ്പോൾ കല്ല് അവിടെ തന്നെ ഇരിക്കുകയും. അപ്പോൾ എന്ത് ചെയ്യും? അവരെ വീട്ടിൽ കൊണ്ടുപോവുക. പിന്നെ അവരെ പറയും നല്ല ഭക്ഷണം മരിക്കണവരെ കൊടുക്കുക. അത് കഴിയുമ്പോൾ അറിയിക്കേണ്ടവരെ അറിയിക്കുക. അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു കണ്ടീഷനിലാണ് അറിയിക്കേണ്ടവർ അറിയിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. അറിയിക്കാൻ വേണ്ടി എല്ലാം കേൾക്കാൻ ഒരാളിരിപ്പുണ്ടല്ലോ ഇവിടെ. അതാണ് വിഷയം മാറി. വിഷയം നോട്ട് ബൈ മെറിറ്റ് മാറുകയാണ്. മെറിറ്റ് വാതിൽ അടച്ചിരിക്കുന്നു. ഇനി ഇവിടെ സുഹൃത്ത് പിന്നെ എന്താണ്? പിന്നെ പറയുക ഗ്രേസാണ്. ഗ്രേസിൽ എന്താ ചെയ്യണത്? ഗ്രേസിൽ സിമ്പിളാണ് ചെയ്യണത്. അല്ല ഇതിന് വെടിയും പോകുകയും അഭ്യാസങ്ങളോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇതിന് ഒരു അഭ്യാസം കാണിക്കണം. എന്താണ്? ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയാൻ കഴിയണം. അത് വിത്ത് ഫുൾ ഫാക്കൽറ്റി. ഞാൻ നിങ്ങളുടെ ഉടമ്പടിത്തലും തന്നിട്ടില്ലേ? അത് നിങ്ങളും ഇതുപോലെ ക്രിസ്തുവിന് ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. എന്നിട്ട് പറയേണ്ടത് എന്താണ്? ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുന്നത് എന്താണ്? യേശുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് പറയണത്. എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ നാമത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അതാണ് സംഭവം. അത് പിശാചക്കല്ലായാലും ശരി, പിശാച് ബാധിതയായാലും ശരി, എല്ലാം